ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് പുലിക്കളി നേരിട്ട് കാണാൻ പറ്റുന്നതും പുലികളെ നേരിട്ട് കാണുന്നതും. നേരത്തെയൊക്കെ നമ്മൾ ടി വിയിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ഒരു പുതിയ അനുഭവമാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് സ്വാഭാവികമായും എനിക്കുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പുലികളൊക്കെ നേരിട്ട് കണ്ടപ്പോഴൊക്കെ വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇനിയിപ്പോൾ പുലികൾ റൗണ്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പുലിമടകളിൽ നിന്ന് പുലികൾ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ OM റോഡ് പരിസരത്ത് ഫ്ളാഗ് ഓഫ് നടക്കും. മന്ത്രി കെ രാജനാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ലിഡിയൊക്കെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ആവേശത്തിലാണ് തൃശ്ശൂർ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പൂരത്തിനൊപ്പം തന്നെ നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ പുലിക്കളി എന്നുള്ളത്. ഈ ശക്തന്റെ തട്ടകം, ശക്തന്റെ മണ്ണ് ഇനി പുലികളുടെ ഒരു ആരവങ്ങളിലേക്ക് നീങ്ങുകയാണ്. പുലികൾ ചടുലമായ നൃത്തച്ചുവടുകളുമായി പുലികളുടെ ആരവത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ്. 9 സംഘങ്ങളിലായി ഏതാണ്ട് 459 പുലികളാണ് ഇന്ന് തൃശ്ശൂർ നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. അതിൽ പരിചിത സമ്പന്നരായ പുലികളുണ്ട്, അതോടൊപ്പം തന്നെ കുട്ടിപ്പുലികളുണ്ട്, പിന്നെ പലതരത്തിലുള്ള വ്യത്യസ്തത വെച്ച് പുലർത്താൻ ശ്രമിക്കുന്ന ഘടകങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ടാബ്ലോ, ഈ നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് ഈ പുലിക്കളി സംഘങ്ങൾ. നേരത്തെ നമ്മൾ അവരുടെ പല ഇടങ്ങളിലും പോയി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയതെന്നാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന റൗണ്ടിലേക്ക് പുലികൾ എത്തിത്തുടങ്ങും എന്നുള്ളതാണ്. വലിയ ആവേശത്തിലാണ് ഈ നാടും ഈ നഗരവും ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പല സംഘങ്ങൾ ഇപ്പം അയ്യന്തോൾ, അതോടൊപ്പം തന്നെ കുട്ടക്കുളങ്ങര, ശ്രീരാമിൽ ദേശം, ചക്കാമുക്ക്, നായ്ക്കനാൽ, വിയ്യൂർ തുടങ്ങി പാട്ടുറായിക്കൽ തുടങ്ങിയ വ്യത്യസ്തമായ സംഘങ്ങളൊക്കെ ആണ് ഇത്തരത്തിൽ പുലിക്കളിയുമായി ഇന്ന് തൃശ്ശൂർ റൗണ്ടിലേക്ക് ഇറങ്ങാൻ വരുന്നത്. അല്പസമയത്തിനകം തന്നെ സംഘങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഈ പിറകിൽ കാണുന്ന ഈ ഭാഗത്തായിരിക്കും അതിന്റെ ഫ്ളാഗ് ഓഫ് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ പോവുക. മന്ത്രി രാജനായിരിക്കും എന്നുള്ളതാണ്. ഈ പുലിക്കളിയിൽ തന്നെ പല വ്യത്യസ്തതകളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുലി സംഘങ്ങൾ നേരത്തെ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാം വ്യത്യസ്തതകളാണ് ഈ സംഘങ്ങളിൽ ഉള്ളത്, എന്തെല്ലാം വർണ്ണങ്ങളാണ് അവർ ഇനി ഈ കാണാൻ പോകുന്നവർക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്, ഇതെല്ലാം തന്നെ നമുക്കറിയാം. ഈ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ തൃശ്ശൂരിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ, അതുപോലെ തന്നെ വെളിയിൽ നിന്നുള്ള ആളുകളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെയാണ് തൃശ്ശൂരിലെ പുലികളി സമയത്തും. തൃശ്ശൂരിലെ ആളുകൾ മാത്രമല്ല, അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പുലികളി കാണാനായി എത്താറുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആളുകൾ എത്താറുണ്ട്. ഇപ്പോൾ നമുക്ക് ജംഷീറിന്റെ പിറകിൽ കാണാം, നിരവധി ആളുകൾ അവിടെ ഈ ഫ്ളാഗ് ഓഫിനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒരു പ്രതികരണം തേടാമോ? എങ്ങനെയാണ് കഴിഞ്ഞ തവണയൊക്കെ വന്ന ആളുകളാണോ, ഇത്തവണ ആളിനും ആരവത്തിനും കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കാമോ? തീർച്ചയായും നമുക്ക് ചോദിക്കാവുന്നതാണ്. കാരണം ഇവിടേക്ക് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. എവിടുന്നാ വരുന്നത്? മലപ്പുറം കൊണ്ടോട്ടി കാണാനായിട്ട് വന്നാണ്. അതെ, കാണാനായിട്ട് വന്നാണ്. എല്ലാവരും മലപ്പുറം. പാലക്കാട് എവിടെയാ? പാലക്കാട് കോട്ടയം ഇത് പുലിക്കളി കാണാനായിട്ട് വരുന്നതാണ്. ആദ്യമായിട്ട് വരാണോ? ആദ്യമായിട്ട് വരാണ്. ഒന്ന് ആസ്വദിക്കാൻ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി. തീർച്ചയായിട്ടും കുറെ കാലമായി പേപ്പറിൽ നമ്മൾ വായിച്ചിട്ട് അല്ലെങ്കിൽ ടി വിയിൽ കണ്ടിട്ടുണ്ട്. എവിടുന്ന വരുന്നേട്ടാ? മലപ്പുറം തന്നെ, ഞങ്ങളൊക്കെ ഒരുമിച്ചാണ്. ഓക്കെ, നമ്മളെ മലപ്പുറം ജില്ലക്കാരെ അടക്കം വിടുന്നുണ്ട് കേട്ടോ. ഇവര് മലപ്പുറത്ത് നിന്ന് ഒന്നാണ്, അതോടൊപ്പം തന്നെ പാലക്കാട്ടിൽ നിന്ന് ഒന്നാണ് വരുന്നേട്ടാ. തമിഴ്നാട്ടിൽ തമിഴ്നാട് പുലിക്കളി കാണാൻ ഒന്നാണ്. വിശേഷത്തെ പാക്ക് വന്നിരിക്കാം. അതെ, തമിഴ്നാട്ടിൽ നിന്ന് ഒന്നാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ പോലും പുലിക്കളി നേരത്തെ വന്നിട്ടുണ്ടോ? തിരുപ്പൂർ നേരത്തെ വന്നിട്ടുണ്ടോ? കാണാൻ വന്നിട്ടുണ്ട്. ഇങ്ങ് വന്നിട്ടുണ്ട്. വർക്ക് പണിട്ട് ഓക്കെ. അപ്പോ പല ആളുകളും പലതരത്തിലുള്ള ഇവിടെ തന്നെയാണ്. പാലക്കാടില്ല, ചാലിശ്ശേരി കാണാനായിട്ട് വന്നു. അതെ, എപ്പോ വന്നേ? 1 മണിക്ക് വന്നെടുക്കും. നേരത്തെ വന്നിട്ടുണ്ടോ? എല്ലാ വർഷം വരും. എന്താണ് നമ്മുടെ പുലിക്കളിയെ കുറിച്ച് പറയാനുള്ളത്? സൂപ്പർ അല്ലേ? ആസ്വദിക്കാനായിട്ട് വന്നതാണ്. പിന്നെ എന്താ, ഓണത്തിന്റെ സമാപനല്ലേ? അതെ, അതിന്റെ സമാപനം. അതെ. അപ്പം